74 വർഷങ്ങൾ, 56 രചനാ വർഷങ്ങൾ, 19ലധികം സംസ്ഥാന പുരസ്കാരങ്ങൾ. നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അമ്മന്നൂർ മാധവ ചാക്യാർ പുരസ്കാരം, അങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങൾ, ഒട്ടനവധി ജീവിതാനുഭവങ്ങൾ അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. വീണ്ടും ഒരു ലക്കത്തിലേക്ക് സ്വാഗതം. സാർ, ഇതില് പണ്ട് പോലെ ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് സാറിന് തരും. സാർ, എങ്ങനെയാണ് ഇതിലേക്ക് ഈ രംഗങ്ങൾ അല്ലെങ്കിൽ ഇന്ന രംഗപടങ്ങൾ വേണം, ഇതായിരിക്കണം, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? സ്ക്രിപ്റ്റിലാണോ, അത് എഴുതി വെച്ചിട്ടുണ്ടോ, അതോ ഡയറക്ടറിന്റെ? നമ്മളെ പ്രൊഫഷണൽ നാടകവേദിയുടെ ഒരു ശീലം എന്ന് പറഞ്ഞാലേ, അത് ഈ ഒരു രംഗ പശ്ചാത്തല വിവരണമാണ് ഒരു നാടക സ്ക്രിപ്റ്റിൽ ആദ്യം ഉണ്ടാവുക. അത് കൃത്യം തന്നെ എഴുതുന്നത്. പുള്ളിയുടെ മനസ്സിലുള്ള ഈ നാടകം നടക്കുന്ന പശ്ചാത്തലം എവിടെയാണെന്ന് പുള്ളി ക്ലിയറായിട്ട് എഴുതി വെക്കും. അത് സംവിധായകനും സെറ്റ് ഡിസൈൻ ചെയ്യുന്ന ആളും കൂടെ ഇരുന്നിട്ട് ഒരു ഡിസ്കഷൻ നടന്നിട്ട് സെറ്റ് ഡിസൈൻ ചെയ്യുന്ന ആളാണ് അതിനൊരു ഡ്രോയിങ് ഉണ്ടാക്കുന്നത്, ഒരു സീനിക് ഡിസൈൻ ഉണ്ടാക്കുന്നത്, അല്ലാതെ സംവിധായകനല്ല. അപ്പം നമ്മൾ അതിനൊരു സീനിക് ഡിസൈൻ ഉണ്ടാക്കി കൊടുത്തിട്ട് സംവിധായകൻ അത് കണ്ടിട്ട് അങ്ങർക്ക് വേണ്ട പുള്ളിയുടെ മനസ്സിലുള്ള ഇത് ചെയ്യാനുള്ള, വർക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും സാധ്യതകൾ കൂടുതൽ വേണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തിട്ടാണ്. ഇപ്പം ഈ പണ്ട് വരയ്ക്കുകയല്ലേ, അപ്പൊ ഇത് ചെയ്യുന്നതിന് മുമ്പ് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് മായ്ക്കാനോ പിടിക്കാനോ ഒന്നും പറ്റില്ലല്ലോ. ഇത്രയും വലിയൊരു ഇത്രയും 24 അടി 30 അടി ഫീറ്റിലല്ലേ ചെയ്യുന്നത്. അപ്പൊ അതിൽ ചെയ്യുമ്പോൾ അത് ഓരോന്നും നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും. അല്ല, നേരത്തെ ഒരു ഡ്രോയിങ് മനസ്സിലുണ്ടാവില്ലല്ലോ ഓരോന്നും എവിടെയൊക്കെ എന്തൊക്കെ വേണം. തീർച്ചയായിട്ടും ഇതൊക്കെ വരാൻ പാടില്ല. കാരണം എക്സാക്ട്ലി അങ്ങനെ നിന്നെങ്കിൽ മാത്രമേ. അല്ല, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഈ പ്രൊഫഷണൽ നാടകവേദിയുടെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഇതിൻ്റെ രംഗവേദിയുടെ അപര്യാപ്തതയാണ്. കാരണം ഏറ്റവും പരിമിതമായ ചുരുങ്ങിയ സൗകര്യത്തിലാണ് ഈ നാടകം. ഓരോ അളവാ. അതാണ് ഞങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നം. അതാ കാരണം വെച്ചാൽ നമുക്കൊരു മിനിമം അളവിൽ ഇത് ചെയ്തു വെക്കാൻ പറ്റും. പക്ഷെ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അത് മുഴുവൻ വെക്കാൻ പറ്റില്ല, ചിലത് ചെല്ലുമ്പോൾ വിശാലമായിരിക്കും. അപ്പോൾ എവിടെ ചെന്നാലും ടോട്ടാലിറ്റി നഷ്ടപ്പെടാതെ ഈ സെറ്റിന്റെ ഡിസൈനിങ്ങിൽ അങ്ങനെ ഒരു വലിയ കണ്ടെത്തൽ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നത്. അന്ന് കാലത്ത് വേറൊരു ഗുണമുണ്ട്. അന്നത്തെ നടന്മാർ അത്രയും, അല്ലെങ്കിൽ അഭിനയിക്കുന്നവർ അത്രയും നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്യുന്നത്. ഒരു നല്ല അന്നത്തെ ആൾക്കാർ ജന്മം കൊണ്ട് നടന്മാരായവരാണ് ഭൂരിപക്ഷം. പിന്നെ അല്ലാതെ വെറുതെ വഴിതെറ്റി ഈ രംഗത്തേക്ക് വന്നവരല്ല. പിന്നെ ഉള്ള ഏറ്റവും വലിയ പ്രൊഫഷണൽ നാടകത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വണ്ടിയിൽ മുഴുവൻ രംഗസാമഗ്രികളും ഈ ആദ്യകാലത്ത് 25ഓളം പേരാണ് യാത്ര ചെയ്തിരുന്നത്. അത്രയും 10-25 പേര് ഒരു ചെറിയ വണ്ടിയിലാണ് ഈ കേരളം മുഴുവൻ യാത്ര ചെയ്യേണ്ടത്. അപ്പം അതിന് കൊണ്ടുപോകാവുന്ന ഒരു പരിമിതിയുണ്ട്. അപ്പം നമ്മൾ സെറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ വണ്ടിയുടെ മുകളിൽ ഇത് വെക്കാൻ പറ്റുന്ന സൈസിലേക്ക് വരെ നമ്മൾ അത് ഡിസൈൻ ഉണ്ടാക്കേണ്ടി വരും, വണ്ടിയുടെ കാരിയറിൻ്റെ അളവ് അറിഞ്ഞിട്ട്. ഇതിനിടയ്ക്ക് ഒരു 1-2 കാര്യങ്ങൾ ഇപ്പം എനിക്കറിയാം, സമയമായി, സോറി, ക്ഷമിക്കണം. എന്താ പറയുക, ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇപ്പം സീരിയലിന്റെ തുടക്കം, ഇതൊക്കെ സാറ് കണ്ടിരിക്കുന്ന ഒരു സമയമാണ്. 80s സീരിയലുകൾ ദൂരദർശനിലൊക്കെ വന്നത്. അതേപോലെ തന്നെ എന്താ പറയുക, സിനിമ, ഇതിന്റെയൊക്കെ ഒരു ഉൾവിളി ഉണ്ടായിട്ടുണ്ടോ? അല്ല അവിടുന്നൊക്കെ ക്ഷണം ധാരാളം ഉണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. സിനിമയ്ക്ക് വേണ്ടി സെറ്റ് ഒരുക്കാനായിട്ട് ഒത്തിരി ക്ഷണം വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ സജീവമായി ഈ പറഞ്ഞ 73 മുതൽ സജീവമായി നാടകത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ ലൊക്കേഷൻ കാണുന്നത് മുതൽ ഈ ഇതിൻ്റെ ഇത് ചെയ്യുന്ന ആർട്ട് ചെയ്യുന്ന ആൾ കൂടെ ഉണ്ടാവണം. അവിടെ പിന്നെ നമുക്ക് അവധിയെടുത്ത് പോകാൻ പറ്റില്ല. അങ്ങനെ അതിന് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ സജീവമായപ്പോൾ തൊട്ട് ഈ നാടക പ്രസ്ഥാനത്തിൽ എൻ്റെ ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ പലതിനും എനിക്ക് ഒന്നിനും കൈ കൊടുക്കാൻ പോയിട്ടില്ല. അതുപോലെ തന്നെ സീരിയലിന് പിന്നെ ഈ രംഗപടം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും ഇതിൻ്റെയൊക്കെ ഇതൊന്നും അറിയാൻ വേണ്ടി ഒരു സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ. ഒരു ചെറിയ ഒരു വേഷം. ഇതിനിടയ്ക്ക് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്, ഇത് കഴിഞ്ഞിട്ട് പറയാം. പിന്നെ ഇപ്പൊ 3-4 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് ഇതിന്റെ സ്വഭാവം ഒന്ന് അറിയാൻ വേണ്ടി എന്റെ ചില സ്നേഹിതന്മാര് നിർബന്ധിച്ച് അവരുടെ നിർബന്ധത്തിനാ അങ്ങനെ കൊണ്ടുപോയി ഞാൻ അഭിനയിപ്പിക്കുന്നത്. ഇത്രയും വർഷം എക്സ്പീരിയൻസിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും കഥ എഴുതുകയോ അല്ലെങ്കിൽ ഒരു തിരക്കഥയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംവിധാനം ചെയ്യണമെന്നോ? അല്ല, ഞാൻ ആദ്യകാലത്ത് ഞങ്ങളവിടെ 73 മുതൽ
എൻ്റെ വീടിൻ്റെ പരിസരത്ത് ഉള്ള അന്നത്തെ കുറേ ചെറുപ്പക്കാരെല്ലാം കൂടെ കൂടി ഒരു നാടക സംഘമല്ല, ഒരു കലാസംഘം, സ്റ്റേജ് ഓഫ് ആർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം രൂപം കൊടുക്കുകയും അതിന് ഞാൻ ഈ ആദ്യകാലത്തൊക്കെ ഈ ഡിറ്റക്റ്റീവ് നോവലിൻ്റെ ഒരു ആരാധകനായിരുന്നു. ഈ സാധാരണ പണ്ടത്തെ ആൾക്കാർ വായിച്ചു തുടങ്ങുന്ന പോലെ വായിച്ചു തുടങ്ങിയ സാധനം അതാണ്. അപ്പം അന്ന് മുതൽ ഈ ട്രാക്കുളയൊക്കെ കോട്ടയത്തോട്ട് പറിച്ചുകൊണ്ട് വന്ന ഒരു പാർട്ടിയുണ്ട് ഞങ്ങൾക്ക് അവിടെ, കോട്ടയം പുഷ്പനാഥ്. പുള്ളിയാണ് ഈ ട്രാക്കുള ഈ കേരളത്തിൽ മുഴുവൻ ഇറക്കി വിട്ട ആളാ പുള്ളി. അപ്പം എനിക്ക് ഈ ട്രാക്കുളയോട് വല്ലാത്ത അഭിനിവേശമായിരുന്നു. ട്രാക്കുള നാടകമാക്കി ഞാൻ. നാടകമാക്കി ഞങ്ങൾ അത് 3 സ്റ്റേജിൽ അവതരിപ്പിച്ച്. അന്നത്തെ അത് 76-77 കഥയെല്ലാം എഴുതി അതിനുവേണ്ടിയുള്ള സെറ്റുകളും എല്ലാം ഉണ്ടാക്കി. അതൊരു വല്ലാത്ത ഹരമായിരുന്നു. അന്നത്തെ സാങ്കേതിക വിദ്യകളൊക്കെ വെച്ചിട്ട് 2 ട്രാക്കുളയൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് അപ്പുറം ഇപ്പുറമൊക്കെ വിഷ്വൽ വരുന്ന ടെക്നിക്കൊക്കെ കാണിച്ച് പറന്നു പോകുന്നതൊക്കെ ഭയങ്കര നല്ല റിസൾട്ടായിരുന്നു. അത് പിന്നെ ഈ ഒരെണ്ണം കളിക്കണമെന്ന് ഞങ്ങൾക്ക് ഉള്ളായിരുന്നുള്ളൂ. എല്ലാം ആ നാട്ടിൽ തന്നെയുള്ള ആൾക്കാരെ. ട്രാക്കുളായിട്ട് അയാൾ അയാളൊരു പ്രവാസിയായിരുന്നു, ബഹ്റിനിലായിരുന്നു. ഇപ്പൊ പുള്ളി നാട്ടിലുണ്ട്. മോനച്ചൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അത് പുള്ളി ഒരു 6 അടി ഫിഗർ, അസാധ്യ ഫിഗറായിരുന്നു. അയാളും ഉണ്ട്, അയാളുടെ ഒരു അനുജനുണ്ട് അതുപോലെ തന്നെ പൊക്കമുള്ള. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ഉപയോഗിച്ച് ട്രാക്കുളായിട്ട് പരീക്ഷ നടത്തി. അത് അല്ല, പിന്നെ എല്ലാ വർഷവും നാടകം കളിക്കുമായിരുന്നു ഞാൻ, വേഷം ചെയ്യാൻ. എനിക്ക് അഭിനയം എനിക്ക് ഭയങ്കര താല്പര്യമുള്ള വിഷയമായിരുന്നു. ഞാൻ ഈ പ്രൊഫഷണൽ നാടകത്തിലെ എനിക്ക് ഒത്തിരി ആരാധനാപാത്രങ്ങളുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഈ ഹ്യൂമറിനോട് ഭയങ്കര താല്പര്യമാണ്. കാരണം വെച്ചാൽ അന്നത്തെ കാലത്ത് ഈ നമ്മുടെ മലയാള നാടകവേദിയിൽ കടുവാക്കുളം നമ്മുടെ അയൽവാസിയാണ്. അപ്പോൾ അബൂബക്കർ എന്ന് പറയും, ഇപ്പോഴത്തെ ഈ നിയാസിന്റെ ഒക്കെ അച്ഛൻ ഒരു അബൂബക്കർ എന്ന് പറഞ്ഞൊരു നടൻ ഉണ്ടായിരുന്നു. അസാധ്യ നടൻ പ്രൊഫഷണൽ സ്റ്റേജിൽ. എനിക്ക് തോന്നുന്നു ഈ മിമിക്രി മോണോ ആക്ടൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യകാലത്ത് അത് കാണിച്ച ആളാണ്. പുള്ളിയും മാങ്ങാപ്പഴം നമ്മൾ കടിച്ചു പറിച്ച് തിന്നുന്ന ഒക്കെ ചുമ്മാ ഇങ്ങനെ ഈ ശബ്ദം കൊണ്ട് കാണിക്കും. അത്ര അസാധ്യ നടനായിരുന്നു. പുള്ളിയൊക്കെ ആരാധിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ എന്നിട്ട് ആ പുള്ളി അഭിനയിച്ച പല വേഷങ്ങളും ഞങ്ങൾ അമച്ചറായിട്ട് എടുത്തിട്ട് ഇവിടെ അഭിനയിക്കുമായിരുന്നു. ഞാൻ ആ വേഷം ചെയ്യുമായിരുന്നു. അങ്ങനെ കുറേ നാടകങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളിയോടുള്ള ആരാധനമുണ്ട്. അത് ചെയ്യാനുള്ള ഒരു അല്ലാത്ത അങ്ങനെയൊക്കെ ചില ഭ്രാന്ത് ഇടയ്ക്കുണ്ടായിരുന്നു. ജഗതി ചേട്ടനുമായിട്ട് പുള്ളി അങ്ങനെ പ്രൊഫഷണൽ നാടകത്തിലേക്ക് വന്നില്ല, ഒറ്റ നാടക പ്രൊഫഷണലായിട്ട് വന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ള എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ നമ്മുടെ ആ പോയ കാലത്ത് നാടകാചാര്യന്മാരോടെല്ലാം ഒപ്പം ഒരേ സമയത്ത് അവരുടെ എല്ലാം വ്യത്യസ്ത നാടക ചിന്തകൾക്കനുസരിച്ചുള്ള രംഗപടങ്ങൾ ഒരുക്കി കൊടുക്കാനും സമയം ഇടപഴകാൻ എനിക്ക് കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ്. അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം, വല്ലാത്തൊരു ഭാഗ്യം കിട്ടിയ ഒരാളാണ്. കാരണം വെച്ചാൽ അതൊരു മറ്റൊരാൾക്കും ഈ രംഗത്ത് കിട്ടിയിട്ടില്ല. ഒരേ സമയത്ത് ഇവരൊക്കെ ആയിട്ട് പ്രവർത്തിക്കാനായി. കാരണം ഒരു സാങ്കേതിക പ്രവർത്തകരും കൂടില്ല. ഇപ്പം ONV സാറ് ഗാനങ്ങൾ എഴുതുന്നെങ്കിൽ അത് അന്ന് KPSC കാളിദാസനും മാത്രം, മറ്റു സമിതിക്കില്ല. എസൽപുരത്തിന് എഴുതുന്നില്ല, NM പിള്ള സാറിന് എഴുതുന്നില്ല. അപ്പൊ ഇവർക്കെല്ലാം സഹകരിക്കുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രം. എല്ലാവരുടെയും കൂടെ ഇവരുടെ ഓരോരുത്തരുടെയും സ്വഭാവ രീതികളും വ്യത്യാസമായിരിക്കും അവരുടെ, അല്ലേ? ഇവർക്കെല്ലാം നാടകത്തോട് സമീപിക്കുന്ന ആ സമീപന രീതിക്ക് ഭയങ്കര വ്യത്യാസമുണ്ട് എല്ലാവർക്കും. ഇപ്പം NM പിള്ള സാറിനെ സംബന്ധിച്ച് രംഗപടം എന്ന് പറയുന്നത് പുള്ളിയുടെ നാടകത്തിന് അത്ര അനിവാര്യമായ ഒരു സാധനമല്ല. അതല്ലാതെ ബ്ലാക്ക് കർട്ടനിൽ പുള്ളി നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. KT സാറുണ്ട്. KT സാറിന് ഒരു വിധത്തിലും രംഗപടം താല്പര്യമൊന്നല്ല, ആവശ്യമുള്ള വസ്തുവല്ല. പുള്ളിക്ക് എല്ലാ നാടകം ചെയ്യാൻ അറിയാമെന്ന് തെളിയിച്ച ആളാണ്. പക്ഷേ പുള്ളിയുടെ അനേകം നാടകങ്ങൾക്ക് ഇത് ഒരുക്കിയിട്ടുമുണ്ട്. കാരണം ഇപ്പോൾ കാളിദാസനിൽ പുള്ളി നാടകം ചെയ്യാൻ വന്നപ്പം കടൽപ്പാലം അങ്ങനെയുള്ള നാടകങ്ങൾ ഇങ്ങോട്ട് ചെയ്യാൻ വരുമ്പോൾ അതിനെല്ലാം രംഗപടമുണ്ട്. അതിനോട് പുള്ളിക്ക് എതിരല്ല. പക്ഷെ അതല്ലാതെ ഏറ്റവും മോഡേണായിട്ട് നാടകം ചെയ്യാൻ കഴിവുള്ള ആളായിരുന്നു പുള്ളി. അതേസമയം പാസാറിനെ സംബന്ധിച്ച് ഒരു ബ്ലാക്ക് കർട്ടനിൽ ഒരു നാടകം അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റിയല്ല. പുള്ളിക്ക് ശരിക്കും പുള്ളിയുടെ ആ നാടിൻ്റെ പശ്ചാത്തലവും വയലും ആ ഗ്രാമവും ഒക്കെ ഇല്ലാതെ പുള്ളിക്ക് നാടകത്തെക്കുറിച്ച് ചിന്തിക്കാൻ വെക്കുകയില്ല. അപ്പം ഈ ഒരു വ്യത്യസ്തത ഇവർക്കെല്ലാം ഉണ്ട്. ഇത് ജനങ്ങളിലോട്ട് ചെല്ലുന്നതും ഇപ്പൊ നാടകം ജനഹൃദയത്തിലോട്ട് ചെല്ലുന്നതും
ഇങ്ങനെയുള്ള പല രീതിയിലാണ്. ഇപ്പൊ ഏത് രീതിയിൽ ചെയ്താലും, ഇപ്പൊ ബ്ലാക്ക് അറ്റൻഡ് ചെയ്താലും ഒക്കെ ആണെങ്കിലും ആ നാടകത്തിന്റെ കണ്ടന്റ് തന്നെയാണ് അന്ന് അതാണല്ലോ പ്രധാനം. നാടകം ഇപ്പൊ ഏത് രീതിയിൽ അവർ ചെയ്യുന്നു എന്നുള്ളതല്ല, അത് ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് ഈ നാടകം, ഇവരുടെ എല്ലാ നാടകത്തിന് ഇപ്പോൾ പാസാർ അശ്വമേധം നാടകം എഴുതുന്നത് കുഷ്ഠരോഗ ആശുപത്രി ആയിട്ടുള്ള നിരന്തര ബന്ധവും അവിടെ അവരെ അനുഭവിക്കുന്ന ആ കഷ്ടപ്പാടും അവരെ സമൂഹം അകറ്റി നിർത്തുന്ന ആ ഒരു അവസ്ഥ കണ്ടിട്ട് മനസ്സിനെ മതിച്ചിട്ടാണ് പുള്ളി ആ അശ്വമേധം നാടകം എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ എന്നമ്പിള്ള സാറ് ചോദിക്കുന്ന ഓരോ ചോദ്യവും സമൂഹത്തിലെ ജീർണതയ്ക്കെതിരെയാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനും അതിന് പരിഹാരം ഉണ്ടാക്കാനല്ല, പക്ഷേ ഇത് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കാനാണ് അന്ന് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതെല്ലാം മാറിയിട്ട് നാടകം ഒരു വിനോദോപാധിയായിട്ട് മാത്രം മാറ്റി ഒരു പ്രത്യേക ഫോർമുലയിലേക്ക് അതിനെ കൊണ്ടുവരികയും, ഉത്സവപ്പറമ്പിലാണ് അതിന് കുറച്ച് തമാശ വേണം, കാരണം വെളുപ്പംകാലത്ത് 3 മണിക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവരെ ഉണർത്തിയിട്ട് വേണം നമ്മൾ ഈ നാടകം പിടിച്ചിരുത്തണം എന്നെല്ലാം പറഞ്ഞ് ഒരുമാതിരി തട്ടുപൊളി 80കളിലാണ്. അതിൻ്റെ ഒരു 80കളിലാണ് ഈ നാടക സമിതികൾ കേരളത്തിലുണ്ടാകും കൂടുതലുണ്ടാകുന്നത്. അതായത് ഏത് ഒരുമാതിരി കള്ളുഷാപ്പുകാരെല്ലാം നാടകസമിതി നടത്തിയായിരുന്നു. കാരണം അങ്ങനെ ആർക്കും ചെയ്യാവുന്ന ഒരു സാധനമായിട്ട് ഈ നാടകം മാറിയ ഒരു കാലഘട്ടമായിരുന്നു. അതിങ്ങോട്ട് വന്ന് സജീവമായി വന്ന് പുതിയ നമ്മളുടെ ഏറ്റവും ടെലിവിഷൻ പോലുള്ള സാധനം നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തുകയൊക്കെ ചെയ്തപ്പോഴാണ് നാടകത്തിൽ നിന്ന് ആ ഓഡിയൻസ് അകന്നു തുടങ്ങിയത്. സർ, ഒരേ സമയം ഇത്ര എണ്ണം ഇപ്പം പല സമിതികൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഇത് ഒരേ സമയത്ത് എങ്ങനെയാണ് സാധിക്കുക? അതോ എങ്ങനെയാണ് അതിനെ ചെയ്യുക? അതൊരു വളരെ ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. കാരണം വെച്ചാൽ ഞാൻ ഒരിക്കൽ പിന്നീടുള്ള പ്രജേഴ്സൺ പറഞ്ഞ ഇപ്പോൾ സിനിമ സംവിധാനം ചെയ്യുന്ന പ്രജേഴ്സൺ ഒരു ഇൻ്റർവ്യൂ എടുക്കാനായിട്ട്, അപ്പോൾ ഞാനിങ്ങനെ ഈ ആറ്റിങ്ങൽ കൊല്ലം ഭാഗത്ത് ഇങ്ങനെ ഈ നമ്മളീ പറന്ന് നടക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഒരു അംബാസഡർ കാറുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് ക്യാമ്പുകളിൽ നിന്ന് ക്യാമ്പുകളിലേക്ക് പോകുന്ന സമയമാണ്. പല ദിവസവും ഈ പ്രജേഷ് അന്ന് മാധ്യമത്തിൽ വർക്ക് ചെയ്യുക. അപ്പം അത് പുള്ളിക്ക് എന്നെ കിട്ടുന്നില്ല. അവസാനം പുള്ളി ആറ്റിങ്ങലൊരു ക്യാമ്പിൽ നിന്ന് എൻ്റെ വണ്ടിയെ കയറി രാത്രിയിൽ കൊല്ലത്ത് അടുത്ത ക്യാമ്പിലോട്ട് പോകുന്നു, ഇതിനിടയ്ക്ക് സംസാരിക്കുന്നു. ഇങ്ങനെ പുള്ളി ഒരു 11 ലക്കം ആ മാധ്യമത്തിൽ എൻ്റെ ചരിത്രം എല്ലാം എഴുതി. കാരണം അതുപോലെ തിരക്കാണ് ഞാൻ. തിരക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓടി ഒരേ സമയത്തായിരിക്കും, ഒരേ സമയത്ത് എല്ലാം ഒരേ സമയത്താണ്. ഞാൻ പറഞ്ഞില്ല, ഒരു 4-5 മാസം കൊണ്ട് ഈ നാടകങ്ങളെല്ലാം ഇറങ്ങും. ഒരു വർഷം ഏറ്റവും കൂടുതൽ എത്ര സമിതിക്ക് വരെ ചെയ്തു? അത് ഞാൻ പറഞ്ഞില്ലേ, 80കളിലൊക്കെ ഇപ്പോഴും ഞാൻ ഒരു 121 നാടകത്തിന് ചെയ്ത ഒരു വർഷമുണ്ട്. 121 നാടകത്തിന്. അന്നൊക്കെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഒരു നാടകത്തിന് 1, 2 അല്ലെ 3, 4 അതിൽ കൂടുതൽ രംഗപടങ്ങളില്ല. അപ്പം നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടെ സിമ്പിളായിരുന്നു. അപ്പം ഇതൊക്കെ പിന്നെ അതെല്ലാം നമ്മൾ ഓരോ രീതി ചെയ്ത ഈ ഓട്ടത്തിനിടയ്ക്ക് സംഭവിച്ച ഒത്തിരി അബദ്ധങ്ങളുണ്ട്. അബദ്ധങ്ങളൊന്നും വരയ്ക്കാതെ പോയി നാടകം കളിച്ച ചരിത്രങ്ങളുണ്ട്. നാടകം ഉദ്ഘാടനം നടക്കാമെന്ന് അറിയുന്ന വേറൊരു ക്യാമ്പിൽ വെച്ചാൽ ഇന്നിപ്പോൾ ചേർത്തല വേറൊരു നാടകം ഉദ്ഘാടനമാണെന്ന് പറയുന്നത്. അപ്പോൾ അത് വരച്ചു കൊടുക്കാൻ പറ്റാത്ത, കാരണം ബാക്കി അതിൻ്റെ സ്ട്രക്ചറെല്ലാം നമ്മൾ നേരത്തെ ചെയ്തു കൊടുക്കും. സുലോൻ ചേച്ചിയുടെ ഒരു നാടകത്തിന് വരച്ചു കൊടുക്കാതെ അവർ പോയി നാടകം കളിക്കേണ്ട അവസ്ഥ ഒരു ഓണക്കാലത്ത്. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് പലതും. പിന്നെ അവരെന്താണോ നമ്മളെ ആരും പീഡനം ഒന്നും തന്നില്ല. അങ്ങനെ ഇത്രയും വർഷം നമ്മൾ ഇപ്പം പല തരത്തിലുള്ള റൈറ്റേഴ്സ്, ഈവൻ അവസാനം ശ്രീ ബാബുജി ബത്തേരിയുമായിട്ട് വരെ ഇത് ചെയ്യുന്നു, ഈ പുതിയ തലമുറ ഉൾപ്പെടെ. ഇത്രയും പഴയ തലമുറ മുതൽ പുതിയ തലമുറ വരെ. പക്ഷെ ഇതില് ഈ ഓരോ ഇതില് ഇത്രയും നല്ലൊരു എന്താ പറയുക, സാറിന് അത്രയും കൂടുതൽ ആരാധന തോന്നിയിട്ടുള്ള ഒരു എഴുത്തുകാരനും നടി ഇങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ആയിരുന്നു? അല്ല, മാറിയ തലമുറയിൽ ഇപ്പം നമ്മളെപ്പോഴും ആ പഴയ ഒരു കാലഘട്ടത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും വളരെ പുകഴ്ത്തിയൊക്കെ പറയുമല്ലേ. അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ നാടകം ഇടക്കാലത്തൊന്നും നാടകം ഒന്ന് മന്ദീഭവിച്ചെങ്കിലും പ്രേക്ഷകരുടെ സാന്നിധ്യം കുറഞ്ഞെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കുറെ പുതിയ ആൾക്കാർ ഇതിലേക്ക് കടന്നുകയറ്റം. ഈ ടി വി എന്ന് പറയുന്നതിനോട് നമ്മൾ മലയാളികൾ ഏത് സാധനം നമ്മുടെ കയ്യിൽ ആദ്യം കിട്ടിയ നമ്മൾ അതിനകത്ത് വല്ലാതെ ഭ്രമിച്ചു പോകും എന്ന് പറഞ്ഞ ടി വി എന്ന് പറയുന്ന സാധനം നമ്മുടെ വീട്ടിൽ വന്നപ്പം കാരണം പിന്നെ ഈ സ്ത്രീജനങ്ങൾ പുറത്തിറങ്ങാത്ത അവസ്ഥയായി. അവരായിരുന്നു ഉത്സവപ്പറമ്പിലെ പ്രേക്ഷകരുടെ ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറയുന്നത് ഈ സ്ത്രീജനങ്ങളായിരുന്നു. അവർ വരാതായതോടുകൂടി ഒത്തിരി ഒരു ശോഷിച്ച അവസ്ഥ പ്രേക്ഷക സമൂഹത്തിലുണ്ടായി.
അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു ഉണർവുണ്ടായി. ഇപ്പം ഒരു 2000 കൂടിയൊക്കെ നാടകം പുതിയ ആൾക്കാർ ഇതിലേക്ക് വന്നു. പുതിയ ആൾക്കാർ വന്നപ്പം നാടക എന്താ പറയാ ബി.ആർ. പ്രസാദൊക്കെ അത് കുറെ ആൾക്കാർ വന്നപ്പം കുറെ പുതിയ പുതിയ നടന്മാരൊക്കെ അറിയാം അല്ലേ. സുനിലൊക്കെ ഒത്തിരി നല്ല നാടകത്തിൽ പെട്ട. അപ്പം ഇതിനൊരു പുതിയ ഉണർവ് ഉണ്ടാകുകയും പുതിയ നല്ല നാടക രചയിതാക്കളും സംവിധായകരും ഒക്കെ വരികയും പുതിയ തലമുറ അവർ വന്നു. പക്ഷെ അവർക്ക് നല്ല ചിന്തകളും നാടകരചന രീതി മാറി. അന്നേരമാണ് ഞാൻ ഈ പറഞ്ഞ വിഷ്വൽസിന്റെ പ്രാധാന്യം കൂടിയിട്ട് നാടകത്തിനെ ഒരുമാതിരി സിനിമാറ്റിക്കായിട്ട് അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് വന്ന് ഈ പുതിയ തലമുറയെ കൊണ്ടുവന്നത്. കാരണം അവർ പഴയ സംഭാഷണ പ്രാധാന്യമുള്ള നാടകം എന്നുള്ള രീതി മാറിയിട്ട് ഇത്തരം ബാക്കി വിഷ്വൽ എഫക്റ്റുകളും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു അവതരണ രീതിയായി. അതിനനുസരിച്ചുള്ള നല്ല നടീനടന്മാർ, നല്ല ബെസ്റ്റ് നടീനടന്മാർ ഇപ്പോഴും ഉണ്ട്. നല്ല ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോ സ്ത്രീകളെ കിട്ടാനാണ് ബുദ്ധിമുട്ട് അഭിനയിക്കാനായിട്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ഈ കഴിഞ്ഞ വർഷം വരെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മലയാള പ്രൊഫഷണൽ നാടകവേദിയിൽ ഒരു 20 വയസ്സിന് അടുത്ത് പ്രായമുള്ള ഒരു കഥാപാത്രത്തെ ചെയ്യാനായിട്ട് ഒരൊറ്റ ആർട്ടിസ്റ്റ് ഇല്ല. അതിന് നമ്മൾ ഇപ്പോഴും 55 വയസ്സുള്ളതിനെ പാവാടയൊക്കെ ഒടിപ്പിച്ച് സെറ്റ് ചെയ്ത് ഇറക്കേണ്ട ഗതികേടുണ്ട്. കാരണം ഇതിനിപ്പോഴും ഒരു മോശമല്ല, ജനത്തിൻ്റെ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. നാടകമെന്ന് പറയുമ്പോൾ അതൊരു എന്തോ ഒരു അതായത് ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കുലശ്രീക്ക് വന്ന് കയറാൻ പറ്റിയതല്ല എന്നുള്ള ഒരു അബദ്ധധാരണ ഇപ്പോഴും. കാരണം നാടകത്തിൽ പോയാൽ അതോടുകൂടി എല്ലാം നഷ്ടമാകും എന്നൊക്കെ പറഞ്ഞു. കാരണം ആ ഒരു ധാരണ ഇപ്പോഴും മാറില്ല. അതേസമയം തന്നെ ഈ ക്യാമറയായിട്ട് നമ്മളൊന്ന് ഇറങ്ങിക്കേ, ഏത് വീടിന്റെ വാതിൽക്ക് ചെന്ന് വെച്ചാൽ ഷൂട്ടിങ് നമ്മൾ സീരിയലാന്ന് പറഞ്ഞാൽ അവിടുന്ന് ആരെ വേണമെങ്കിലും കിട്ടും, അമ്മയും കിട്ടും, മകളെയും കിട്ടും, എല്ലാവരും കിട്ടും. അത് ഈ രണ്ട് മാധ്യമത്തിന്റെ ഒരു വല്ലാത്ത ഈ ഒരു അകൽച്ച ഇപ്പോഴും സമൂഹത്തിനുണ്ട്. ഈ നാടകം എന്ന് പറയുന്നതിനോട് ഇപ്പം പണ്ടൊക്കെ നാടക സമിതിക്ക് ഉണ്ടായിരുന്ന ഒരു സ്വീകാര്യത എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. കാരണം ഞാൻ ഒത്തിരി ഈ സമിതിയുടെ കൂടെ യാത്ര ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ നമ്മൾ നാടകത്തിന് കളിക്കാൻ ചെല്ലുമ്പം അവിടുത്തെ ഏറ്റവും സമ്പന്നമായ വീട്ടിലായിരിക്കും ഇവർക്ക്. കാരണം അവർ കുറച്ച് ഒരു 2-3 മണിക്കൂർ മുമ്പേ ചെല്ലും. അപ്പോൾ അവർക്ക് ഇരിക്കാൻ വിശ്രമിക്കാൻ സ്ഥലം ഒക്കെ ആ വീട്ടിൽ കൊടുക്കും. അവർക്ക് രാത്രി ഭക്ഷണം അവിടുന്ന് തന്നെ അവർ ഒരുക്കി കൊടുക്കും. അവർക്ക് അതൊരു വലിയ കാര്യമായിരുന്നു. അതങ്ങോട്ട് മാറിയിട്ട് ഇപ്പോൾ നാടക വണ്ടി ഉത്സവപ്പറമ്പിൽ അല്ലെ ഏതെങ്കിലും സ്ഥലത്ത് ചെന്നാൽ ആ ഉത്സവപ്പറമ്പിൽ ഈ സ്ത്രീജനങ്ങൾ ആ വണ്ടിയെ തന്നെ ഇരുന്ന് നാടക സമയം വരെ ഇരിക്കുകയല്ലാതെ അവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ പോലും, സംഘാടകരുടെ വീട്ടിൽ പോലും ഇവരെ കയറ്റിയിരുത്തുകയില്ല. എന്താ കാര്യമെന്ന് അറിയില്ല. കാരണം വെച്ചാൽ അത്രയ്ക്ക് ഇതിന്റെ ഡിമാൻഡ് അങ്ങ് പോയി ഈ സാധനം. അത് ആര് വരുത്തി വെച്ചതാണ്? നമ്മൾ നാടകക്കാരാണോ അതിന് കുറ്റക്കാർ, അതോ പൊതുജനാണോ എന്നറിയില്ല. പക്ഷേ ഈ ഒരു അകൽച്ച ഈ പ്രസ്ഥാനത്തിനുണ്ട്. അതൊരു വലിയ ഗതികേട് തന്നെയാണ്. ഓർക്കണം, 16 എന്താ പറയുക സ്റ്റേറ്റ് അവാർഡുകളും കിട്ടിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇത് പറയുന്നത്. നാടകത്തിന്റെ ഈ ഒരു അവസ്ഥ, അല്ല, അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. പിന്നെ ഈ നാടക അതിൻ്റെ കാര്യം ചിലപ്പോൾ മോഹൻലാൽ നാടകം കളിക്കാൻ, അല്ലെ സിനിമാക്കാർ ചുമ്മാ അവരുടെ കാര്യത്തിന് നാടകം സെറ്റ് ചെയ്യും. അവർ റിഹേഴ്സൽ എടുക്കുക എന്ന് പറയുന്നത് AC സെറ്റപ്പുള്ള വലിയ റിച്ചായ സെറ്റപ്പിലാണ്. ഇപ്പോഴും ഒരു പ്രൊഫഷണൽ നാടകം റിഹേഴ്സൽ എടുക്കുന്നത് ഏതെങ്കിലും ഇപ്പോൾ ഈ അടുത്ത കാലത്താണ്, ഒരു 10 വർഷത്തിന് അവിടെ അടുത്താണ് ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയം വാടകയ്ക്ക് എടുത്ത് ചെയ്യുന്നത്. മറ്റേത് അതിലും ദയനീയമായ അവസ്ഥയായിരുന്നു. അപ്പോൾ ഈ ഒരു ഓഡിറ്റോറിയം വാടകയ്ക്ക് എടുത്തിട്ട്, ഈ ഓഡിറ്റോറിയങ്ങളെന്ന് പറയുന്നത് മിക്കവാറും കല്യാണം മാത്രം നടത്താൻ ഉദ്ദേശം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ ആയാലും പള്ളിയുടെ ആയാലും ഒക്കെ. അപ്പോൾ അവിടെ റിഹേഴ്സലിന് എടുക്കുന്നു, 1 മാസമൊക്കെ എടുത്തുവെച്ച് ഈ സ്ത്രീജനങ്ങൾ ഒരു 3 പേരോ 2 പേരോ ഉണ്ടെങ്കിൽ അവർക്ക് കിടക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിസ്റ്റിന് കിടക്കാൻ അവിടെ ഒരു സ്ഥലമില്ല. എന്നിട്ട് ഈ പഴയ ഒരു കർട്ടൻ എടുത്തിട്ട് മറച്ചിട്ട് അവർ 2 ഡെസ്കും പിടിച്ചിട്ടാണ് ഈ പെണ്ണുങ്ങൾ അവിടെ കിടക്കും. ഈ ആണുങ്ങളെല്ലാം കൂടെ ഇതുപോലെ ഉണ്ണാനുള്ള ഡെസ്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അത് 2 വീതം പിടിച്ചിട്ടിട്ട് ഇതുങ്ങളും എല്ലാം കിടക്കും. അതായത് യാതൊരു ഡിമാൻഡും ഒരു അംഗീകാരവും മാന്യതയും ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ്. അവിടുന്നൊക്കെ ഒരു നല്ല നാടകം ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ്. കാരണം ഈ ഒരു അന്തരീക്ഷത്തിൽ കാരണം അപ്പം ഈ ഒരു മാറ്റം ഉണ്ടല്ലോ, ഈ എപ്പോഴും നമ്മളുടെ ഇതിനകത്തേക്ക് പുതിയ തലമുറ കടന്നു വരുന്നില്ല എന്ന് നമ്മൾ വിലപിക്കുമ്പോഴുള്ള ഒരവസ്ഥയെന്ന് പറയുന്നത് ഈ നാടകത്തിൻ്റെ സംഘാടനത്തിനകത്തൊക്കെ അടിമുടി മാറ്റം വരണം. ഒന്നാമത് ഒരു പരിമിതമായ ഒരു എമൗണ്ട് അല്ലെ ഒരു പൈസ ഒക്കെ വെച്ചിട്ടാണ് ഒരു നാടകം മുഴുവൻ പേരും ഇതൊന്ന് തട്ടിക്കൂട്ടി എടുക്കുക ചെയ്യുന്നത്.
അപ്പം ആ തട്ടിക്കൂട്ടി എടുക്കുന്നതിൻ്റെ ഭാഗമാണ് ഇത്തരം ശോചനീയമായ ഭൗതിക സാഹചര്യങ്ങളിൽ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടി വരുന്നത്. ശരിക്കും ഇതിനൊക്കെ ഇങ്ങനെയുള്ള നാടകത്തിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ശരിക്കും നമ്മുടെ സർക്കാരുകളും ഒക്കെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷെ അവരുടേതായിട്ടുള്ള ഒരു ഇതൊന്നും ഇതില് അതൊക്കെ ഇനി ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാലും നമ്മുടെ കേരളത്തിൽ സംഭവിക്കുകയാണ്. കാരണം ആദ്യമായിട്ട് സർക്കാരുകൾ ചെയ്യേണ്ടത് ഈ നാടക അവതരണത്തിന് നല്ല വേദികൾ എല്ലാ ജില്ലാ ആസ്ഥാനത്തിലും നാടകത്തിനായിട്ടൊരു വേദി വേണം. നമുക്കിപ്പോൾ നാടകത്തിനായിട്ട് കേരളത്തിൽ ഒന്നുമില്ലല്ലോ. ആകെപ്പാടെ കൊല്ലത്തൊരു സോപാനമുണ്ട്, തൃശ്ശൂർ റീജിയണൽ തിയേറ്റർ ഉണ്ട്, ഒരു ടാഗോർ തിയേറ്റർ ഉണ്ട് തിരുവനന്തപുരത്ത്. ഇങ്ങനത്തെ കുറച്ച് തിയേറ്ററുകൾ അവിടെ നടക്കുകയല്ല. അവിടെ നാടകം ചെറിയ അമച്ചർ നാടകം നടക്കില്ല. അപ്പോൾ ഇത്തരം ഭൗതിക സാഹചര്യങ്ങളൊക്കെ റെഡിയാക്കി ഒക്കെ കൊടുത്ത് നാടകം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെ ഒന്ന് പിടിച്ചു നിർത്താൻ സർക്കാരുകൾക്ക് ബാധ്യതയുണ്ട്. പക്ഷേ ആ വഴിക്കൊന്നും വലിയ ചലനങ്ങൾ നടക്കുന്നില്ല. ബുദ്ധി ഉണ്ടാവട്ടെ. അല്ലെങ്കിൽ ഇതിനെ ഇതില് കലാകാരന്മാർക്ക് ഇവർക്ക് അവരുടെ ജീവിതവും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. വലിയ ഇപ്പൊ ഈ കോവിഡ് വന്നപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത് ഈ നാടകകലാകാരന്മാരെ രംഗവേദിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. കാരണം ചില വേദികളെല്ലാം അടച്ചുപൂട്ടപ്പെട്ടപ്പോൾ ഇവരുടെ മുന്നിൽ ഒന്നുമില്ല, ശൂന്യതയാണ്. അവർക്ക് പിന്നെ ജീവിക്കാൻ മാർഗ്ഗമില്ല. അവർക്ക് ജീവിച്ചാൽ ഇവർ ഇതിനു മുമ്പ് ജീവിച്ചപ്പോൾ അവർക്ക് ഒരു വർഷം ഉണ്ടായിരുന്ന വരുമാനം എന്ന് പറയുന്ന 6 മാസം ജോലി ചെയ്ത് ഈ നാടകം അഭിനയിക്കുമ്പോൾ മാത്രമാണ് പ്രതിഫലം. ഒരു സ്റ്റേജ് കളിച്ചാലേ അവർക്ക് പ്രതിഫലമുള്ളൂ. ഇതിന്ന് അവരുടെ ജീവിതം കഴിഞ്ഞേച്ച് കുറച്ച് ആർഭാടമായിരിക്കുമല്ലോ. കലാകാരന്മാരുടേതായ ഒത്തിരി കുഴപ്പങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ജീവിതം അവരുടെ കുടുംബം നിലനിർത്തി പോകണം. ഇതെല്ലാം കഴിഞ്ഞ് ഇവർക്കൊന്നും ഒരു സേവിങ്സ് ഇല്ല, ബാലൻസ് ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു അടച്ചുപൂട്ടപ്പെട്ട ഒരു അവസ്ഥ വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇരുട്ടിത്തപ്പുന്ന പോലെ ആയിപ്പോയി, ആകെ കഷ്ടതയായിപ്പോയി. അന്നേരമാണ് അവർ മറ്റു പല കാര്യങ്ങളിലേക്കും ഒക്കെ ചിന്തിച്ചു തുടങ്ങിയത്. ഇനിയിപ്പം മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ഒരു സങ്കല്പത്തിൽ ഈ പ്രൊഫഷണൽ നാടകം എന്ന് പറയുന്നത് അതിനകത്ത് പങ്കെടുക്കാൻ വരുന്നവരെല്ലാം മറ്റൊരു ജീവനോപാധിയാക്കി മാറ്റിയാൽ അവർ ബുദ്ധിമുട്ടും. അവർക്ക് മറ്റൊരു വരുമാന മാർഗം ഉണ്ടാവണം. ഒന്നാമത്തെ കാര്യം വെച്ചാൽ അല്ലെങ്കിൽ മക്കൾ അതുപോലെ ജോലി ഉള്ളവരൊക്കെ സപ്പോർട്ടിങ് ആയിട്ട് ഉണ്ടാവണം. അതൊക്കെ പക്ഷേ ഇപ്പോൾ മാത്രമാണ് ഈ രംഗത്ത് നിൽക്കുന്ന ഒന്നാമത്തെ കാര്യം കേരളത്തിൽ പ്രൊഫഷണൽ നാടകവേദിയിൽ നിൽക്കുന്നവർ സ്ഥിരം അതിനകത്ത് മാത്രം നിൽക്കുന്നവരാണ്. അവർ മറ്റൊന്നിലേക്കും പോകുന്നില്ല. ഈ അടുത്ത കാലത്താണ് സിനിമയിലും സീരിയലും ഒക്കെ കയറി തുടങ്ങിയത്. പക്ഷേ എന്നാലും നാടകം മാത്രമാണ് ബേസായിട്ട് അവർ കൊണ്ടു നടക്കുന്നെങ്കിൽ അവർ വളരെ കഷ്ടപ്പെടും ഇനി മുന്നോട്ട്. കാരണം വെച്ചാൽ വേദികൾ ഇനി കുറയും. വേദികൾ കുറയും. വേദികൾ ഈ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ അത്ര സജീവമായിട്ട് ഇനി ഉണ്ടാവാൻ സാധ്യത. നമ്മുടെ ജനങ്ങൾ തന്നെ നമ്മൾ തന്നെ കണ്ടെത്തി കൊടുക്കേണ്ടതാണ്. കാരണം നാടകത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗിയുണ്ട്. അത് ഇനിയും ജനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ എത്തിപ്പെടേണ്ടതാണ്. അത് ഒരു കാലഘട്ടത്തിൽ വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കിയതാണ് മുടിയനായതിപുത്രനും. അങ്ങനെ ധാരാളം നല്ല നല്ല നാടകങ്ങൾ സാമൂഹ്യ മാറ്റങ്ങൾക്ക് വഴിവെച്ച ഒരു സിനിമയായപ്പോൾ 100 കണക്കിന് ആൾക്കാരിലെത്തി. നാടകത്തിനൊരു വലിയൊരു പരിമിതികളിലൊന്നും ഇത്രയും പേരിലേക്ക് മാത്രമേ എത്തുന്നുള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ തന്നെ NN പിള്ള സാറൊക്കെ അഭിനയിക്കാൻ ഒരു ചെറിയ ക്ലിപ്പിംഗ്സ് പോലെ ദൂരദർശന്റെ ഒക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോഴാണ് അത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ആ നാടകത്തിലെ അന്നത്തെ പഴയ കാലത്തെ ആ സമയത്തുള്ളത്. അതൊക്കെ ഇപ്പൊ നമുക്കൊക്കെ ഒട്ടും ഇതുമല്ല. സാർ, ഇത് എത്രയൊക്കെ രാജ്യങ്ങളിൽ സാർ സഞ്ചരിച്ചിട്ടുണ്ട് നാടകവുമായിട്ട്? ഞാൻ 87 ആദ്യം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ വിട്ടു പോകുന്നത്. അത് UAE-ലാണ്. UAE കംപ്ലീറ്റ് ഗീത ആർട്സ് ക്ലബ് എന്നും പറഞ്ഞിട്ട് ചങ്ങനാശ്ശേരിയിൽ ഒരു നാടക സംഘം ഉണ്ടായിരുന്നു, പഴയ പ്രൊഫഷണൽ നാടക സംഘം. അവരുടെ ഒരു 4 നാടകങ്ങളുമായിട്ട് അന്ന് ശരിക്കും ഞാൻ നാടകം അതിനകത്ത് അഭിനയിക്കാനാണ് വന്നത്. ഞങ്ങൾ UAE മുഴുവൻ വന്ന് ഒരു ബഹ്റിനിലും പോയി. ആ വഴി 1 മാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആദ്യമായിട്ട് വരുന്ന ബാബുജി ബത്തേരി ഇവിടെ എന്നെ കുവൈറ്റിലാണ് വരുന്നത്. ശരിക്കും നാട്ടിനെക്കാട്ടിലും കൂടുതൽ ഇപ്പോ എന്താ പറയാ പ്രവാസികളാണ് നാടകത്തിനെ കൂടുതൽ ഹൃദയത്തോട് ചേർക്കുന്നത്. അല്ല, ഇപ്പം ഞാൻ ഇപ്പോൾ 2006 ശേഷം ഇവിടെ വന്നു പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ തന്നെ പല നാടകാവതരണങ്ങൾക്കും വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പോൾ ഒരു 8 വർഷം മുമ്പ് തൊട്ട് തുടങ്ങി ഒമാനിൽ ഒരു 2-3 നാടക സംഘങ്ങളുണ്ട്. അവരുടെ കുറേ നാടകങ്ങൾക്കൊക്കെ പോയി ഇത് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം, അഭിമാനം തോന്നുന്നതെന്ന് പറയുന്നത് ഈ പ്രൊഫഷണൽ നാടക വേദിയിൽ അവരുടെ ജീവിത മാർഗമാണത്. പക്ഷേ എങ്കിൽ പോലും അവരിതിനോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥമായ ഒരു സമീപനത്തിന്
വല്ലാത്ത വ്യത്യാസമുണ്ട്. ഇതൊരു തൊഴിലായിട്ട് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഒരു നാടകം എന്ന് പറയുന്നതിൻ്റെ ആ പ്രാധാന്യം അവർ അത്രമാത്രം ഉൾക്കൊള്ളുന്നില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നാടകം എന്ന് പറയുന്ന സാധനം ഇപ്പം 100 ഒരു നാടകം 100 വേദികൾ കളിച്ചാലും അത് 100 നാടകമായിരിക്കും, ഒരു നാടകമല്ല. കാരണം വെച്ചാൽ അന്ന് ആ നടൻ്റെ മൂഡ് അല്ലെങ്കിൽ അവൻ്റെ ഭൗതിക സാഹചര്യം പോലെയാണ് അന്ന് ആ നാടകം നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പം പിന്നെ അതിനുള്ളതെന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ നാടകത്തിൻ്റെ ഒരു 100ാമത് അവതരണം എന്ന് പറയുന്നതായിരിക്കണം ഏറ്റവും മികച്ച അവതരണം. കാരണം അത്രയും ട്രെയിനിങ് കിട്ടുകയല്ലേ ഇവർക്ക്, ട്രെയിൻഡ് അല്ലേ. പക്ഷേ പ്രൊഫഷണൽ നാടകത്തിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഉദ്ഘാടന നാടകം കഴിഞ്ഞാൽ പിന്നെ ഇത് താഴോട്ട് പോകും. അത് ഇവരുടെ അലസതയോ. ഇപ്പം പണ്ട് അങ്ങനെയല്ല. പണ്ടെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു 80കൾക്ക് മുമ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ നടന്മാരുടെ മുന്നിൽ ഇതിൻ്റെ വരുമാനമോ സാമ്പത്തിക ഒരു വിഷയമായിരുന്നില്ല. അവർക്ക് ഇതൊരു വല്ലാത്തൊരു ആവിഷ്കാരത്തിൻ്റെ ഒരു ആത്മസംതൃപ്തിയുടെ ഭാഗമായിരുന്നു നാടകം അഭിനയിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ നടന്മല്ലാതായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു പ്രത്യേക ഇതായിരുന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് പൊതുവേ ഇതിനകത്തുണ്ടായ ഒരു അപജയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ പ്രവാസ ലോകത്ത് വരുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭൗതിക സാഹചര്യവും ഇല്ലാത്ത ഈ നാട്ടിൽ ഈ നാടകം എന്ന് പറയുന്ന കലയോടുള്ള എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അവരുടെ ഇവിടുത്തെ ആ യാന്ത്രികമായ ജീവിതത്തിൽ നിന്നൊരു മോചനം കിട്ടുന്നത് ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കും. ഇവരാരും ചിലപ്പോൾ അവിടെ പോയി പ്രൊഫഷണൽ ട്രൂപ്പിൽ കയറിയാൽ അങ്ങനെ ആകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് ഒരു വല്ലാത്ത അനുഭവം. കാരണം അവരെ നമിക്കേണ്ടതാണ്. കാരണം ഒരു സാഹചര്യവും ഇല്ലാതെ ഭൗതിക സാഹചര്യങ്ങളും ഇല്ല, ഈ പറഞ്ഞ പോലെ കുടുംബമായിട്ടൊക്കെ കഴിയുന്നവരൊക്കെ. പിന്നെ ഇവിടത്തെ ഏറ്റവും വലിയൊരു ഒരു ഗുണം അല്ലെങ്കിൽ ഒരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ ഈ നടീനടന്മാർക്ക് ക്ഷാമമില്ല, പ്രത്യേകിച്ച് നടികൾക്ക് ക്ഷാമമില്ല. അപ്പം നാട്ടിലാണെങ്കിൽ ഒരിക്കൽ പോലും ഒരു ഭർത്താവ് ഒരു ഭാര്യ നാടകത്തിന് വിടുകയില്ല. അപ്പം ഇവിടുന്ന് ഒറ്റ നാടകം കളിക്കാനാണെങ്കിൽ പോലും വിടുന്ന പ്രശ്നമില്ല. പക്ഷേ ആ ഒരു തുറന്ന സമീപനം ഉണ്ടല്ലോ നാടകത്തിനോടുള്ള, അതൊക്കെ വളരെ ഇവിടെ ഉള്ളൊരു കുറച്ചുകൂടെ എന്താ പറയാ വളരെ നാരോ മൈൻഡഡ് അല്ല, കുറച്ചുകൂടെ നല്ല ചിന്തയാ. പിന്നെ നല്ല അത് ഇതിനുള്ള ഒരു അഭിനിവേശം ഭയങ്കര അല്ലേ. പിന്നെ ഈ നാടകത്തിനോടുള്ള അഭിനിവേശം ഇല്ലാതെ ഒരാൾക്ക് അഭിനയിക്കാനോ അല്ലെങ്കിൽ ഇതില് ഇവ ഓരോ നാടകത്തിനും പുറത്ത് നിൽക്കുന്നവരുടെ ഉള്ളിൽ തന്നെ അഭിനയിക്കണം എന്നുള്ളൊരു എത്രയോ പേര് അതിന്റെ പിന്നിൽ കിടന്ന് ആ ഒരു ആഗ്രഹമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ ഒരു പ്രവാസ ലോകത്തെ ഒരു വല്ലാത്ത നമ്മളെ നാട്ടിൽ കിട്ടാത്ത ഒരു സമീപനം നാടകത്തോട് ഈ പ്രവാസികൾ കാണിക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് നാടകാവതരണങ്ങൾക്കെല്ലാം ഉണ്ടാകുന്നുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം ഇവിടെ തന്നെയാണ് നമ്മൾ ഈ നാടകം അവതരിപ്പിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ആ റിസൾട്ട് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലുണ്ടല്ലോ, അതൊന്നും ഇപ്പൊ കേരളത്തിൽ ഒരു നാടകം അവതരിപ്പിച്ചാലും ആരും കിട്ടുന്ന പോലെ ഒരു നാടകം കണ്ടേച്ച് അവരങ്ങ് ആ പൊടിയും തട്ടി ആൾക്കാരും എനിക്ക് തോന്നുന്നില്ല കാണുക. ഇപ്പം വ്യാപകമായിട്ട് കളിക്കുമ്പം കുറെ ആള് കാണും, എന്നാലും ഒരു വേദിയിൽ ഇത്ര ആള് ഇപ്പോൾ വളരെ അപൂർവമാണ്. ഇപ്പം നമ്മൾ ഇപ്പം ഈ നാടകം കളിച്ചു കഴിഞ്ഞപ്പം മാക്ബത്ത് കളിച്ചപ്പം ഉണ്ടായ ആ ഒരു ജനക്കൂട്ടമൊന്നും ഇപ്പോൾ കേരളത്തിലൊരു ഓപ്പൺ എയറിൽ പോലും വരുന്നില്ല. എന്തിന് അമേരിക്കാരെയും വൈകാരെയും മാത്രം വെച്ചുകൊണ്ടൊക്കെ നാടകം കളിക്കുന്ന ഗതികേടൊക്കെ എത്രയോ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വല്ലാത്ത സാഹചര്യത്തിൽ കൂടെ ഞങ്ങൾക്ക് വളരെ സമയം അതിക്രമിച്ചിരിക്കണം. പക്ഷെ എന്നാൽ പോലും അങ്ങയുടെ കിട്ടുന്ന എക്സ്പീരിയൻസ് എനിക്കറിയാം. അങ്ങേക്ക് ഭക്ഷണം കഴിക്കേണ്ട ടൈമായി, ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു. എന്താ പറയാ, ഇത് ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ഇതൊരു ജീവിതത്തിലൂടെയാണ് പോയിരിക്കുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് 56 വർഷത്തെ 56 അല്ല, അദ്ദേഹത്തിന്റെ പ്രായമാണ് നാടകത്തിലുള്ളത്. അത്രയും വർഷം ജനനം മുതൽ അദ്ദേഹം നാടകത്തിലാണ്. ഇതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാനുള്ള കുറേയധികം കാര്യങ്ങൾ അദ്ദേഹം ഈ ഇന്റർവ്യൂവിൽ നമ്മളോട് തുറന്ന് സംസാരിക്കുകയുണ്ടായി. അത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്തുകൊണ്ട് നാടകത്തിന്റെ ഒരു സ്ഥിരം വേദികളുടെ അതിൻ്റെ ഒരു അപര്യാപ്തത എത്രമാത്രം ബാധിക്കുന്നുണ്ട്, നാടക കലാകാരന്മാരുടെ ബുദ്ധിമുട്ട്, അതോടൊപ്പം തന്നെ ഈ രംഗപടം അദ്ദേഹത്തിന് പോലും കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാവണം. ഇതൊക്കെ വീണ്ടും ഒരു നാടകത്തിന്റെ നല്ലൊരു സമയത്തിലേക്ക് വരണം. നമ്മൾ ഇതുവരെ നമ്മളോടൊപ്പം അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ, നാടകത്തിലെ ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്തത് ശ്രീ ആർട്ടിസ്റ്റ് സുജാതൻ എന്ന് പറയുന്ന സുജാതൻ മാഷാണ്.
അദ്ദേഹത്തിൻ്റെ ഈ ജീവിതം മുഴുവൻ നമ്മളുടെ മുമ്പിൽ അദ്ദേഹം തുറന്നു. ഇത് ഒരു ചിന്തയ്ക്കുള്ള ഒരു കാര്യം കൂടി ഇട്ടിട്ടാണ് അദ്ദേഹം ഇവിടെ ഈ ഇൻ്റർവ്യൂ അവസാനിപ്പിക്കുന്നത്. ഈ ഒരു ഇൻ്റർവ്യൂ എല്ലാവർക്കും ഒരു എന്താ പറയുക ദീപമായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നന്ദി സർ, നന്ദി.